കണ്ടപ്പോ തന്നെ സഹാബത്ത് മുഴുവനും പെടയാ. ഉമർ വരുന്നത് കണ്ടപ്പോ തന്നെ ആർക്കും തടയാനുള്ള ധൈര്യമില്ല. കാരണം വല്ലാത്ത യോദ്ധാവ്, ഉമറിനെ പോലെ ധൈര്യമുള്ള ഒരാളുമില്ല, തടയാൻ ഒരാളും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം ശത്രുക്കളുടെ നെടുന്തൂണായിരുന്നു രണ്ട് സഹാബികൾ. ശത്രുക്കളുടെ ഏറ്റവും വലിയ ബലമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് ശത്രുക്കൾ തന്നെ പറയുന്നുണ്ട്, ഹദീസിൽ കാണാം, ഉമർ മുസ്ലിം ആയതുകൂടെ ശത്രുക്കളുടെ പകുതി നഷ്ടപ്പെട്ടു പോയെന്നാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ആയതോടുകൂടി പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് അത്രയും വലിയ യോദ്ധാവ്, മുസ്ലിമായിട്ട് രഹസ്യമായിട്ട് ദീൻ പഠിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചെന്ന, എന്തിനാ നബിയെ ഒളിച്ചും പാത്തും ചെയ്യണേ? ആദ്യമായിട്ട് പ്രകടനം നടന്നത് എങ്ങനെയാണെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകനും തന്റെ സ്വഹാബത്തും പാത്തും പതുങ്ങിയിരുന്ന് ദീനിന്റെ പ്രബോധനം നടത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്തിനാ നബിയെ പേടിക്കണേ? എന്തിനാ പേടിക്കണം? പരസ്യമായിട്ട്